ബ്രഹ്മമലകൾക്കും അപ്പുറത്തൊരു കൊച്ചു ഗ്രാമമുണ്ടായിരുന്നു. വടക്കുമാറി കാടിനോട് ഇണങ്ങി ചേർന്ന് നിൽക്കുന്ന കുട്ടിയുടെ ദേശം. അവിടെ നീലി എന്ന പേരുള്ള ഒരു കൊച്ചു അടിയാത്തി പെൺകുട്ടി ഉണ്ടായിരുന്നു. എഴുതുന്ന കാർക്കൂന്തലും വാലിക്കെഴുതിയ കണ്ണും നീലി പെണ്ണിന്റെ സൗന്ദര്യം ഇരട്ടിയാക്കി. കാടിനെയും കാട്ടുപൂഞ്ചോലകളെയും സ്നേഹിച്ച് അങ്ങനെ നീലി വളർന്നു. സുന്ദരിയായ നീലിക്ക് ഒരാഗ്രഹം. തനിക്കും അറിവ് നേടി ആരും കാണാതെ നീലിക്ക് അറിവുകൾ പകർന്നു നൽകി നമ്മുടെ എഴുത്തച്ഛൻ. പിറ്റേന്ന് ആ നാടുണർന്നത് നീലിയുടെ മരണവാർത്തയായിരുന്നു. സംഭവിച്ചിരിക്കുന്നു. പുനർജനിച്ചിരിക്കുന്നു. അവരുടെ ക്രോധത്തിൽ നടക്കാൻ നിങ്ങളെ കൊണ്ടാവും. തന്നെ സ്നേഹിച്ച ജനങ്ങളോട് താൻ വലിയ തെറ്റ് ചെയ്തു എന്ന ബോധം നീലിയിലുണ്ട്. കാലക്കാട്ട് നമ്പൂതിരി തന്റെ കൂടെ വരാൻ നീലിയോട് ആവശ്യപ്പെട്ടു. ആ ഘോരവനത്തിനെങ്കിൽ നമ്പൂതിരി നീലിയെ ആവശ്യം. അവിടെയുള്ള ജനങ്ങൾ ഇന്നും നീലിയെ തങ്ങളുടെ ദേവതയായി കണ്ട് ആരാധിച്ചു.